ശരീരത്തിന്റെ സ്കിന്നിലെ വിവിധ ഭാഗത്തെ ഹെയർസ് റിമൂവ് ചെയ്യുവാൻ സാധാരണ പലരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഷേവിങ്. ഈ ഷേവിങ് നമ്മൾ ശ്രദ്ധിച്ചല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്കിന്നിന് പലതരത്തിലുള്ള ഡാമേജ് ഉണ്ടാകാം. സ്കിന്നിന് ഡാമേജ് ഉണ്ടാകാതെ ഷേവിങ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഈ സൂത്രങ്ങളെല്ലാം അറിയുമായിരിക്കും. എന്നാൽ അറിയാത്ത ഏതെങ്കിലും 1-2 പോയിന്റ്സ് എങ്കിലും ഉണ്ടാകാം. അതിനാൽ തന്നെ 2x സ്പീഡിലാണെങ്കിൽ പോലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് കാര്യമായ ധാരണയൊന്നും ഇല്ലാത്തവരും ഉണ്ടാവും. അങ്ങനെയുള്ളവർ എന്തായാലും ഇത് കാണണേ കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. അപ്പോൾ നമുക്ക് വേഗം തന്നെ എന്തൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന ഷേവിംഗ് മിസ്റ്റേക്സ്, അത് ഉണ്ടാവാതിരിക്കുവാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്ന കാര്യത്തിലേക്ക് പോയാലോ. ഷേവിങ്ങിന്റെ സമയത്ത് മിസ്റ്റേക്സ് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്? ഷേവിങ്ങിന് വേണ്ടി സ്കിൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഷേവിങ്ങിന് വേണ്ടി ക്രീം തിരഞ്ഞെടുക്കുന്ന സമയത്ത്, ഷേവിങ്ങിന് വേണ്ടി നമ്മൾ റേസറും ബ്ലേഡും എല്ലാം തിരഞ്ഞെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സമയത്ത്, ഷേവിംഗ് ടെക്നിക് എങ്ങനെയാണോ ഷേവ് ചെയ്യുന്നത് ആ ഷേവ് ചെയ്യുന്ന സമയത്ത്, ഷേവിംഗ് കഴിഞ്ഞ ശേഷം സ്കിന്നിന്റെ ആ ഒരു കെയർ ചെയ്യുന്ന സമയത്ത്. ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ ഷേവിങ്ങിന് മുൻപ് സ്കിന്നിനെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാറില്ല. അത് കാരണം സ്മൂത്ത് ആയിട്ടുള്ള ഷേവിംഗ് പറ്റില്ല. സ്കിന്നിൽ റേസർ ബേൺസ്, കട്ട്സ്, നിക്സ്, ഇറിറ്റേഷൻ, ഇച്ചിങ് ഇവയെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. ഇൻഗ്രോൺ ഹെയർസും വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യുക? തലേ ദിവസം തന്നെ ഏത് ഏരിയ ആണോ നമ്മൾ ഷേവ് ചെയ്തത് ആ ഭാഗത്ത് ജെന്റിൽ ആയിട്ടുള്ള ഒരു സ്ക്രബ് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യപ്പെടും. അത് മാത്രമല്ല ഹെയർ എല്ലാം കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ഷേവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ആ ഭാഗം ഒന്ന് നന്നായി വെള്ളം കൊണ്ട് കഴുകി വെറ്റ് ടവൽ കൊണ്ട് ഒന്നിങ്ങനെ അമർത്തി ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ ഷേവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ഈ എക്സ്ഫോളിയേഷൻ ഷേവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ ഷേവിങ് കഴിഞ്ഞ ഉടനെ ചെയ്യുകയാണെങ്കിൽ ഇറിറ്റേഷനും ആ ഒരു റെഡ്നെസ്സും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഒരു ദിവസം മുൻപ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി അടുത്തത്, ഷേവിംഗ് ക്രീം ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നതിനെ കുറിച്ച് നോക്കാം. റേസർ ബേൺ, ഇൻഗ്രോൺ ഹെയർസ് ഇതെല്ലാം വരാതിരിക്കുവാനായി നമ്മൾ ഷേവിംഗ് ക്രീമിൽ ചില ഘടകങ്ങളെല്ലാം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ബെൻസൈൽ പെറോക്സൈഡ്, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, അലോവേറ, കൊളോയിഡൽ ഓട്ട്മീൽ ഇവയെല്ലാം അടങ്ങിയ ഘടകങ്ങൾ കുറച്ച് നല്ലതാണ് എന്നാണ് ഡെർമറ്റോളജിസ്റ്റ് പറയുന്നത്. ഇതിനെപ്പറ്റി കുറച്ചുകൂടി വിശദമായി ഞാൻ പ്രത്യേകമായിട്ട് ഒരു വീഡിയോയിൽ ഇടാം കേട്ടോ. അതുകൂടാതെ മണമൊന്നുമില്ലാത്ത അൺസെന്റഡ് ആയിട്ടുള്ള ആ ഒരു ഷേവിംഗ് ക്രീം വാങ്ങുവാൻ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവർ. അടുത്തത്, ഷേവിങ്ങിന് വേണ്ടി റേസേഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് പറ്റാവുന്നത്, അത് ഒഴിവാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം. ചിലരൊക്കെ വീണ്ടും വീണ്ടും ഉപയോഗിച്ച ബ്ലേഡ് തന്നെയാണ് ഷേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ബ്ലണ്ട് ബ്ലേഡ് ഉപയോഗിക്കുന്ന സമയത്ത് റേസർ ബേൺ, കട്ട്സ് എല്ലാം ഉണ്ടാകാം. മാത്രമല്ല ഇൻഗ്രോൺ ഹെയർസ് എല്ലാം വളർന്നു വരുവാനുള്ള സാധ്യതയും ഉണ്ട്. ഇൻഗ്രോൺ ഹെയർസ് എന്ന് പറയുന്നത് പുലിവാല് പിടിച്ചൊരു കാര്യമാണ് കേട്ടോ. വളരെയധികം പെയിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം കൃത്യമായ ഇടവേളകളിൽ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഷേവ് ചെയ്യുമ്പോഴും ആവശ്യാനുസരണം ബ്ലേഡ് മാറ്റേണ്ടതാണ് കേട്ടോ. ഡബിൾ എഡ്ജ് സേഫ്റ്റി റേസേഴ്സ് ആണെങ്കിൽ ഒരു 3 ഷേപ്സ് എല്ലാം കഴിഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം ബ്ലേഡ്സ് ഉപയോഗിക്കുന്നു അത്രയും പ്രാവശ്യം ഷേവിങ്ങിന് ശേഷം നന്നായിട്ട് ബ്ലേഡ്സ് എല്ലാം എടുത്ത് കഴുകി ഒന്ന് നന്നായി തുടച്ച ശേഷം ഡ്രൈ ആയിട്ട് വേണം സൂക്ഷിക്കാൻ, ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. ഇനി അടുത്തത്, ഷേവിംഗ് ടെക്നിക്സിൽ നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് പറ്റാം, അത് ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ചിലരൊക്കെ ഷേവിംഗ് ജെല്ലൊന്നും ഉപയോഗിക്കാതെ തന്നെ ഷേവ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ റേസർ ബേൺ, കട്ട്സ്, ഇറിറ്റേഷൻ ഇവയെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. പകരം ഷേവിംഗ് ജെല്ലോ ക്രീമോ എല്ലാം ഉപയോഗിച്ച ശേഷം നമ്മൾ റേസർ ഇങ്ങനെ അതിന്റെ പുറത്തുകൂടെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ആ സ്കിന്നിന് ടഗ് ചെയ്യുകയോ പുൾ ചെയ്യുകയോ ചെയ്യാതെ തന്നെ സ്മൂത്ത് ആയിട്ട് ആ റേസർ ഇങ്ങനെ സ്കിന്നിലൂടെ ഗ്ലൈഡ് ചെയ്ത് പോകും. ഷേവ് ചെയ്യുമ്പോൾ പലർക്കും പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ് ഹെയർ ഏത് ഡയറക്ഷനിലാണോ ഗ്രോ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് ഷേവ് ചെയ്യുക എന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴും റേസർ ബേൺസ്, കട്ട്സ് അതേപോലെ ഇൻഗ്രോൺ ഹെയർസ് വളർന്നു വരിക ഇതിനുള്ള സാധ്യതയെല്ലാം കൂടും. പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹെയർസ് ഏത് ഡയറക്ഷനിലേക്കാണോ വളരുന്നത് ആ ദിശയിലേക്ക് തന്നെ ഷേവ് ചെയ്യുക എന്നതാണ്. വേറൊരു തെറ്റ് പലർക്കും പറ്റുന്നത്, പ്രത്യേകിച്ചും സമയമൊന്നും ഇല്ലാത്ത സമയത്ത് തിരക്കിട്ട് ഷേവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പറ്റുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ചെറിയ സ്ട്രോക്സിലായിട്ട് ഷേവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിക്സ് ആൻഡ് കട്ട്സ് എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതെല്ലാം ഇൻഫെക്റ്റഡ് ആകാനും മതി കേട്ടോ. പകരം നമ്മൾ ലോങ് ആൻഡ് സ്റ്റഡി സ്ട്രോക്സ് സമയമെടുത്ത് പതുക്കെ വേണം ചെയ്യാൻ. വേറെ ചിലർ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണ്? ഒരുപാട് പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഷേവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റേസർ ബ്ലേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രഷറൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല ആ ഹെയർസ് എല്ലാം ഷേവ് ചെയ്ത് എടുക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കട്ട്സും റേസർ ബേൺസും ബാക്കി പ്രശ്നങ്ങളും എല്ലാം ഒഴിവാക്കാനും പറ്റും. അതുപോലെ ഈ ഭാഗങ്ങളെല്ലാം ഷേവ് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുവാൻ സ്കിന്നിങ്ങനെ ടോട്ടായിട്ട് വലിച്ചു പിടിച്ച് ഷേവ് ചെയ്യാവുന്നതാണ്.
എവിടെ ഷേവ് ചെയ്യുകയാണെങ്കിലും 2-3 സ്ട്രോക്സിന് ശേഷം ആ ഒരു റേസർ ഒന്ന് റിൻസ് ചെയ്യേണ്ടതാണ്, അതായത് ഒന്ന് കഴുകേണ്ടതാണ്. അതല്ലെങ്കിൽ ആ ഒരു ഹെയർസ് എല്ലാം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് പിന്നീട് അങ്ങോട്ട് ഷേവ് ചെയ്യാൻ പറ്റില്ല. പലർക്കും പറ്റുന്ന വേറൊരു മിസ്റ്റേക്ക് ഒരേ ഏരിയയിൽ തന്നെ പല പ്രാവശ്യം ഇങ്ങനെ സ്ട്രോക്ക് ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സ്കിന്നിന് ഇറിറ്റേഷനും ഇച്ചിങ്ങും എല്ലാം കൂടുതലായിട്ട് അനുഭവപ്പെടും. വാസ്തവം പറഞ്ഞാൽ സ്കിന്നെല്ലാം കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത ശേഷം കറക്റ്റായിട്ടുള്ള ആ ഒരു പ്രഷർ ഉപയോഗിച്ച് ആ കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ട്രോക്കിൽ നമ്മൾ ലോങ് ആയിട്ട് നമ്മൾ ഷേവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ. ഇലക്ട്രിക്കൽ റേസേഴ്സ് ഉപയോഗിക്കുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം ഈ ഒപ്റ്റിമമായിട്ട് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒന്ന് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് എപ്പോഴും ഉറപ്പാക്കണം. അല്ലാണ്ട് ഷേവ് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പല്ലേ നമ്മൾ ചാർജറിൽ കുത്തി വെച്ചിട്ട് കുറച്ച് ചാർജ് ആയ ശേഷം ഉടനെ ഷേവ് ചെയ്യാൻ നോക്കേണ്ടത് കേട്ടോ. അതേപോലെ ഇലക്ട്രിക്കൽ റേസേഴ്സും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഓരോ ഇലക്ട്രിക്കൽ റേസേഴ്സ് വാങ്ങുന്ന സമയത്ത് അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. വേറൊരു മിസ്റ്റേക്ക് പലർക്കും പറ്റുന്നത്, പ്രത്യേകിച്ചും ആണുങ്ങൾക്ക്, ആൻഡ് പ്രത്യേകിച്ചും ഇവിടുത്തെ ഈ ഒരു താടിയുടെയും ഒക്കെ കാര്യം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷേവ് ചെയ്യാതെ എപ്പോഴെങ്കിലും മാത്രം ഷേവ് ചെയ്യുക എന്നൊരു കാര്യമാണ്. ഇങ്ങനെ കൃത്യമായ ഇടവേളകളിലല്ലാതെ വല്ലപ്പോഴും മാത്രം ഷേവ് ചെയ്യുമ്പോൾ ഹെയർ കുറച്ചുകൂടി ലോങ് ആയിട്ട് വളരാനും അത് കുറച്ച് കേർവ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നീട് നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊട്ടലും അല്ലെങ്കിൽ കുറച്ചൊരു റേസർ ബേൺസും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നീണ്ടൊരു താടിയൊന്നും വളർത്താനുള്ളൊരു ആഗ്രഹമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 ദിവസം കൂടുമ്പോൾ ഷേവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെ വരുമ്പോൾ ഇൻഗ്രോൺ ഹെയർസ് വളർന്നു വരുവാനുള്ള സാധ്യതയും കുറയും. അതേപോലെ ഈ ഷേവിങ് സമയത്ത് എന്തെങ്കിലുമൊക്കെ ആ ഒരു പൊട്ടലും റേസർ ബേൺസും എല്ലാം വരാനുള്ള സാധ്യതയും കുറയും. ഇനി വേറൊരു തെറ്റ് പലർക്കും പറ്റുന്നത്, ഓഫീസിലേക്കൊക്കെ പോകുന്നതിന് തൊട്ട് മുൻപ് കുളിക്കുന്ന സമയത്ത് ചടപടാന്ന് ഷേവ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മോയ്സ്ചറൈസറോ ക്രീമോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേഗം പോവുക എന്നതാണ്. ഇങ്ങനെ നമ്മൾ പുറത്തേക്കെല്ലാം പോകുന്ന സമയത്ത് ഒന്നുകിൽ സൺ എക്സ്പോഷർ, അതല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിലുള്ള ഹ്യൂമിഡിറ്റി, ഇതെല്ലാം കാരണം നമുക്ക് ചിലപ്പോൾ സ്കിന്നിന് ഇറിറ്റേഷനും ഇച്ചിങ്ങും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ സ്ഥിരമായിട്ട് നമ്മൾ ഷേവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഷേവ് ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ സ്കിന്നിന് കുറച്ച് മണിക്കൂറുകളെങ്കിലും കിട്ടും റിക്കവർ ചെയ്യാൻ. അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഷേവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അത്രയും അസ്വസ്ഥതകൾ ഉണ്ടാകില്ല. ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്ക് കേട്ടോ. എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന വേറൊരു മിസ്റ്റേക്ക്, ഷേവിങ് കഴിഞ്ഞ ശേഷം പോസ്റ്റ് ഷേവ് കെയർ സ്കിന്നിന് കൊടുക്കാതിരിക്കുക എന്നതാണ്. ഷേവ് ചെയ്ത ശേഷം ക്രീമും ഹെയറും എല്ലാം വെള്ളം കൊണ്ട് കഴുകി കളയുക. അതിനുശേഷം നനഞ്ഞ ഒരു തുണി ആ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് അമർത്തിപ്പിടിക്കുക. ഒരു മിനിറ്റ് അങ്ങനെ അമർത്തിപ്പിടിക്കുക. അതിനുശേഷം നമ്മുടെ സ്കിന്നിന് വളരെ സൂത്തനിങ് ആയിട്ടുള്ള ആഫ്റ്റർ ഷേവ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആഫ്റ്റർ ഷേവ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിർബന്ധമായും സ്കിൻ മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം ഷേവിങ്ങിന് ശേഷം. അതല്ലെങ്കിൽ ഇറിറ്റേഷനും ഇച്ചിങ്ങും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് കൂടാതെ ഷേവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഒന്നാമതായി, ശരീരത്തിലെ എല്ലാ ഭാഗത്തിലെയും ഹെയർസ് റിമൂവ് ചെയ്യാൻ ഷേവിംഗ് അല്ല ഏറ്റവും നല്ല ടെക്നിക്ക്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകമായി വേറെ വേറെ വീഡിയോകളിൽ ഇതിനോടകം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിനാൽ വീണ്ടും ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല. ആ വീഡിയോസ് പോയി കാണുക. ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അവരവരുടെ ഈ ഷേവിംഗ് റേസർ ബ്ലേഡ് വേറൊരാളുമായിട്ടും ഷെയർ ചെയ്യരുത്. വീട്ടിലുള്ള ആളുകളായാൽ പോലും ഇൻഫെക്ഷൻസും മറ്റുമെല്ലാം വന്നുപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ താടിയുടെ എല്ലാം കാര്യത്തിൽ ഒരുപാടെല്ലാം താടി വളർന്നിട്ട് നമ്മൾ തന്നെ ഷേവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കാം. ചിലപ്പോൾ അത് കാരണം തന്നെ പ്രശ്നങ്ങളും കട്ട്സും ഒരു ഓപ്പറേഷൻസും കാര്യങ്ങളെല്ലാം വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ പൈസ കൊടുത്താലും സാരമില്ല, ഒരു സലൂണിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊന്നും ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. എന്നാലും ഒരു മുഴുമിക്കാൻ, ഒരു കംപ്ലീഷൻ സേക്ക് എന്ന രീതിയിൽ പറഞ്ഞു പോവുകയാണ്. ഏറ്റവും അവസാനമായി ഓർക്കേണ്ടത്, എല്ലാവരുടെ സ്കിന്നും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരാൾക്ക് പറ്റുന്ന കാര്യം വേറൊരാൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഒരാൾക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന കാര്യം വേറൊരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. അതിനാൽ അവരവരുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്രീം, ആഫ്റ്റർ ഷേവ്, അതേപോലെ മോയ്സ്ചറൈസർ ഇവയെല്ലാം വേണം ഉപയോഗിക്കാൻ. ഷേവിംഗ് കാരണം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കിന്നിന് പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ രീതിയിലുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ.
ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ പോയിന്റ്സും ഉണ്ടാകാം കേട്ടോ. അങ്ങനെ വല്ല പോയിന്റ്സും ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായിട്ട് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്ക് ഈ ഷേവിങ്ങിനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ അതും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം. അപ്പോൾ ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി ഷെയർ ചെയ്യുക. അതിന് ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും എല്ലാം നേരുന്നു.